സംസ്ഥാനത്ത് അവയവ റാക്കറ്റുകളുടെ പ്രവർത്തനം തടയുന്നതിന് നിരീക്ഷണം ശക്തിപ്പെടുത്തിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയെ അറിയിച്ചു. നിലവിൽ തിരുവനന്തപുരത്തും നെടുമ്പാശ്ശേരിയിലും രജിസ്റ്റർ ചെയ്ത കേസുകളിൽ അന്വേഷണം മികച്ച രീതിയിൽ പുരോഗമിക്കുന്നതായും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. മരണാനന്തര അവയവദാനവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നുണ്ടെന്നും ഇതുവരെ ഇതിനെതിരെ ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുമെന്നും ആരോഗ്യമന്ത്രിയും വ്യക്തമാക്കി. അവയവ കച്ചവടത്തിൽ സംസ്ഥാനത്ത് നെടുമ്പാശ്ശേരിയിലും തിരുവനന്തപുരം പൂജപ്പുരയിലും പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിശദമായ അന്വേഷണം നടന്നുവരികയാണ്. ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ അനുമതിയില്ലാത്ത അവയവ കച്ചവടം നടന്നതായി കണ്ടെത്തിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. എറണാകുളത്തെ 2 ആശുപത്രികൾക്ക് അന്താരാഷ്ട്ര അവയവക്കടത്തുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ചുള്ള മലപ്പുറം സ്വദേശിയുടെ പരാതിയും തിരുവനന്തപുരത്ത് അനധികൃത അവയവമാറ്റ ശസ്ത്രക്രിയ നടന്നു എന്നാരോപിച്ചുള്ള പരാതിയും ലഭിച്ചിട്ടുണ്ട്. ആദ്യ പരാതി നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത 544/2024 നമ്പർ ക്രൈം കേസിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തി അന്വേഷിച്ചു വരുന്നു. രണ്ടാമത്തെ പരാതിയിൽ തിരുവനന്തപുരം പൂജപ്പുര പോലീസ് സ്റ്റേഷനിൽ പ്രാഥമിക അന്വേഷണം നടത്തി വരുന്നു. നെടുമ്പാശ്ശേരി പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ 13 അംഗ അന്വേഷണ സംഘത്തെ നിയോഗിച്ച് കൂടുതൽ വിശദമായ അന്വേഷണം നടന്നുവരുന്നു. മരണാനന്തര അവയവദാനവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഇതിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ സമീപകാലത്ത് ഈ മരണാനന്തര അവയവദാനവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. സർ, വളരെ കരുതലോടെയും സൂക്ഷ്മതയോടെയും ജാഗ്രതയോടെയും നമ്മൾ ഇടപെടേണ്ട ഒരു മേഖലയാണിത്. കാരണം ഈ മരണാനന്തര അവയവദാനം സംബന്ധിച്ച് വാസ്തവത്തിൽ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നത് ഒരു കമ്മിറ്റിയാണ്. പാനൽ ചെയ്ത ഡോക്ടർ, ആ ഡോക്ടർ ഈ ആശുപത്രിയിലുള്ള ഒരാളാകരുത്, പുറത്തു നിന്നുള്ള ഒരു ഡോക്ടർ, അങ്ങനെ ഇവരടങ്ങുന്ന സംഘമാണ് ഈ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കേണ്ടത്. അവയവദാനത്തിൽ ഇടനിലക്കാരുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി ഒരു പരാതിയും സർക്കാരിന് ലഭിച്ചിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള പിഴവ് കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും ആരോഗ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.